ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ ശ്ലോകം ബാഹ്യമായി നോക്കുമ്പോൾ ഒരു യുദ്ധക്കളത്തിലെ തന്ത്രപരമായ നീക്കമായി തോന്നാം. എന്നാൽ ആത്മീയമായി നോക്കുമ്പോൾ ഇത് മനുഷ്യന്റെ അഹങ്കാരവും ഭയവും പുറത്തുകൊണ്ടുവരുന്ന വളരെ മനോഹരമായ ഒരു മനഃശാസ്ത്രപരമായ ശ്ലോകമാണ്. ആദ്യം നമുക്ക് ശ്ലോകത്തിന്റെ വരികളും ലളിതമായ അർത്ഥവും നോക്കാം. അതിനുശേഷം അതിന്റെ ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് കടക്കാം. ശ്ലോകമാണ്ട് ലളിതമായ അർത്ഥം സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. അർത്ഥം: സഞ്ജയൻ പറഞ്ഞു, അപ്പോൾ രാജാവായ ദുര്യോധനൻ വ്യൂഹമായി നിർത്തിയിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദ്രോണാചാര്യരുടെ അടുക്കൽ ചെന്ന് ഈ വാക്കുകൾ പറഞ്ഞു. ശ്ലോകത്തിന്റെ ആഴമേറിയ തത്വചിന്ത. ആദ്യ ശ്ലോകത്തിൽ ധൃതരാഷ്ട്രർ ചോദിച്ച ചോദ്യത്തിന് സഞ്ജയൻ മറുപടി നൽകാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രപരമായ 4 പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഭയത്തിൽ നിന്ന് ജനിക്കുന്ന പരിഭ്രാന്തി. പാണ്ഡവരുടെ സൈന്യം കൗരവരുടേതിനേക്കാൾ ചെറുതായിരുന്നു. എന്നിട്ടും പാണ്ഡവർ തങ്ങളുടെ സൈന്യത്തെ ക്രമീകരിച്ചിരുന്ന രീതി കണ്ടപ്പോൾ ദുര്യോധനനുള്ളിൽ ഭയം തോന്നി. ആത്മീയ അർത്ഥം: നമ്മുടെ ഉള്ളിലെ തിന്മകൾക്ക് എത്ര വലിയ ശക്തിയുണ്ടായാലും നന്മയുടെ ചെറിയൊരു സംഘാടനം പോലും അതിനെ ഭയപ്പെടുത്തും. തെറ്റ് ചെയ്യുന്നവന്റെ മനസ്സ് എപ്പോഴും ഉള്ളിൽ ഭീരുവായിരിക്കും. 2. അഹങ്കാരം മറക്കാൻ ശ്രമിക്കുന്ന രാജാവ്. ഈ ശ്ലോകത്തിൽ സഞ്ജയൻ ദുര്യോധനനെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് രാജാവ് ധൃതരാഷ്ട്രരായിരുന്നു. എന്നാൽ ദുര്യോധനന്റെ അഹങ്കാരവും താനാണ് എല്ലാം എന്ന ഭാവവും കാണിക്കാനാണ് സഞ്ജയൻ അങ്ങനെ പറഞ്ഞത്. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഒരു രാജാവിനെ പോലെ ദുര്യോധനൻ നടക്കാൻ ശ്രമിക്കുകയാണ്. 3. ആചാര്യന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്ന മനസ്സ്. ഭയം തോന്നിയപ്പോൾ ദുര്യോധനൻ ഓടിച്ചെന്നത് സൈന്യാധിപനായ ഭീഷ്മരുടെ അടുത്തേക്കല്ല, പകരം തന്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്തേക്കാണ്. ഇതിന് പിന്നിൽ ഒരു കുതന്ത്രമുണ്ട്. ദ്രോണാചാര്യർക്ക് പാണ്ഡവരോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന് ദുര്യോധനന് അറിയാമായിരുന്നു. പാണ്ഡവരുടെ സൈന്യവ്യൂഹം കണ്ട് ഗുരുവിന് അവരോട് ദയ തോന്നാതിരിക്കാനും ഗുരുവിനെ യുദ്ധത്തിനായി കൂടുതൽ പ്രകോപിപ്പിക്കാനുമാണ് ദുര്യോധനൻ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയത്. 4. സ്വാർത്ഥതയും കുതന്ത്രവും. നമ്മുടെ ഉള്ളിലെ തിന്മയുടെ ചിന്തകൾ എപ്പോഴും സ്വന്തം നിലനിൽപ്പിനായി വിദ്യകളെയും അറിവുകളെയും ദുരുപയോഗം ചെയ്യാൻ നോക്കും. ദുര്യോധനൻ ഗുരുവിനെ ബഹുമാനിക്കാൻ വേണ്ടിയല്ല അങ്ങോട്ട് ചെന്നത്, പകരം തന്റെ ഉള്ളിലെ സ്വാർത്ഥതയും ഭയവും കാരണം ഗുരുവിനെ സ്വന്തം ഭാഗത്തേക്ക് കൂടുതൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു. ചുരുക്കത്തിൽ, പുറമെ എത്ര വലിയ ആളാണെന്ന് കാണിച്ചാലും തെറ്റിന്റെ പക്ഷത്താണ് നമ്മളെങ്കിൽ നന്മയുടെ ചെറിയൊരു നീക്കം പോലും നമ്മളെ ഭയപ്പെടുത്തുമെന്ന് ഈ ശ്ലോകം നമ്മെ വ്യക്തമാക്കുന്നു.